റബ്ബർ ടാപ്പിംഗിനിടെ ഗഫൂറിനെ കടുവ പിന്നിൽ നിന്ന് ആക്രമിക്കുകയായിരുന്നുവെന്ന് മലപ്പുറം കാളികാവ് കടുവയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട സമദ്. ഇന്ന് രാവിലെയാണ് ഗഫൂറിനെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ന് രാവിലെയാണ് മലപ്പുറം കാളികാവിൽ ഗഫൂർ എന്ന യുവാവ് ടാപ്പിങ്ങിനിടെ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ടാപ്പിങ്ങിന് ഈ ഗഫൂറിനൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. സമദ് എന്നാണ് പേര്. താങ്കൾ അങ്ങനെ രക്ഷപ്പെട്ടു, സമാധാനം അല്ലേ? ഞാൻ അവനടുത്തായിരുന്നു പണി ചെയ്തിരുന്നത്, റബ്ബർ വെട്ടിയിരുന്നത്. അപ്പോൾ അവനെ പെട്ടെന്ന് അവൻ്റെ കഴുത്തിൽ ചാടിപ്പിടിച്ച് വലിച്ചുകൊണ്ട് പോയി കടുവ. അതാ ചെയ്തത്. കാണാനൊന്നും പറ്റിയില്ല. കണ്ടു, അപ്പം തന്നെ കണ്ടു, വലിച്ചുകൊണ്ട് പോയി. പിന്നെ ഒച്ചിട്ട് ആളെ കൂട്ടി ആളുകൾ വന്ന് ഞങ്ങൾ തിരഞ്ഞപ്പോൾ ബോഡി കിടക്കണ കണ്ടത്. അപ്പോൾ അതിന് ആൾ മരിച്ചിരുന്നു. നമ്മുടെ ശ്രദ്ധയിലൊന്നും പെട്ടിരുന്നില്ല. എങ്ങനെയായിരുന്നു? ഇല്ല, ഞങ്ങൾ 10 മാസത്തോളമായി അവിടെ റബ്ബർ വെട്ടൽ തുടങ്ങിയിട്ട്. അവിടെ അങ്ങനത്തെ പ്രശ്നം ആളുകൾ പറയും, അങ്ങനെ കടുവുണ്ട്, അങ്ങനെ ഉണ്ട് എന്നൊക്കെ പറയുന്നു. ചില ആടുകളൊക്കെ പിടിച്ചുകൊണ്ട് എന്നൊക്കെ പറയുന്നു. അവിടുത്തെ ആളുകളൊക്കെ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ വേറൊരു നടപടി ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ അങ്ങനെ സംഭവിച്ചു. നിങ്ങൾ അടുത്തടുത്തായിരുന്നു നിന്നിരുന്നത്? അടുത്തായിരുന്നു. ഒരു മരത്തിൻ്റെ ഗ്യാപ്പാണ് ഉണ്ടായിരുന്നത്. അവൻ അപ്പുറത്തും ഞാൻ ഇപ്പുറത്തുമായിരുന്നു. അത്ര ഗ്യാപ്പിലാണ് നിന്നില്ല. ഈ പെട്ടെന്നൊരു സൗണ്ട് കിട്ടും, സൗണ്ട് മാത്രം കേട്ടവൻ്റെ. പിന്നെ ഒന്നും സൗണ്ട് മിണ്ടിയിട്ടില്ല അവൻ. ഈ ഗഫൂറിൻ്റെ ഒരു കുടുംബവും ഭയങ്കര ഒരു പാവപ്പെട്ട ഒരു കുടുംബമാണല്ലേ? വീട് അടുത്തൊക്കെ വീട് വെച്ചിട്ടുള്ളല്ലേ? വളരെ ഇപ്പം അടുത്താണ് അവന് വീട് വെച്ചത്. അതിൻ്റെ ലോണും കടങ്ങളും ഒരുപാടുണ്ട്. വളരെ ദയനീയമായ അവസ്ഥയാണ്. ഞങ്ങളൊക്കെ ഇടയ്ക്ക് ലീവാക്കൽ അവനൊരു ദിവസം പോലും ലീവാക്കലില്ല. കാരണം ഇന്നും കൂടി അവന് കൂടെയുള്ള ആളൊന്ന് ലീവാക്കിയപ്പോഴും അവൻ പറഞ്ഞു നമുക്ക് പോയി പണി ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോയെന്നാണ് ഞങ്ങൾ രണ്ടുപേരും. അങ്ങനെയാണ് അവൻ്റെ വളരെ ദയനീയമായ അവസ്ഥയുണ്ട്. ഈ സമദ് രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഗഫൂറിൻ്റെ ഒരു ദയനീയാവസ്ഥ അദ്ദേഹം പറയുകയാണ്. ഈ ടാപ്പിങ്ങിനിടെ പിറകിൽ നിന്ന് വന്നാണ് ഈ കടുവ ആക്രമിച്ചത് എന്നാണ് ഈ സമദ് വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ അബിദ് കല്ലായിക്കൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം.